അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് ചക്കയുടെ പകുതി ചക്കയാണ് എടുത്തിട്ടുള്ളത്. ക്ലീൻ ചെയ്ത് അതിന്റെ ചകിരിയെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. ഉള്ളിലുള്ള ആ കുരുവെല്ലാം ഒന്ന് മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിനുശേഷം ഇതിന്റെ അളവ് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ചക്കയുടെ ചകിരിയെല്ലാം മാറ്റി അതിന്റെ ഉള്ളിലുള്ള കുരുവും പാടയൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുരുവോട് കൂടി അളന്ന് നോക്കിയപ്പോൾ 4 കിലോ ആണ് ഉണ്ടായിരുന്നത്. ചക്കക്കുരു മാറ്റിയിട്ട് കട്ട് ചെയ്തെടുത്തപ്പോൾ ഇത് 2 കിലോ ആണ് ഉള്ളത്. ഒരു മീഡിയം സൈസ് ചക്കയുടെ പകുതി ചക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കൂഴച്ചക്കയാണ്. വരിക്കച്ചക്കയിലും ചെയ്തിട്ടെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് കഴുകിയിട്ടെടുക്കുക. ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്താൽ മതി. കഴുകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ആദ്യം ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ചക്കക്കുരു തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് കഴുകി എടുത്തിട്ടുള്ളതാണ്. 30 ചക്കക്കുരു ഒക്കെ ഉണ്ടാവും. അപ്പം ചക്കക്കുരു വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചക്കക്കുരു കൂടെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ആദ്യം നമുക്ക് ചക്കക്കുരു ഒന്ന് വേവിച്ചിട്ടെടുക്കണം. ചില ചക്കക്കുരുവിന് നല്ല വേവ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെറുതായിട്ട് ഒരു പകുതി വേവ് വേവിച്ചിട്ട് നമുക്ക് ചക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചക്കക്കുരു വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് പകുതി വെന്ത് കിട്ടിയാൽ മതി. ഫുള്ളായിട്ട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് ഈ ചക്കക്കുരുവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചക്കക്കുരു വെന്തോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ചക്കക്കുരുവിലുള്ള വെള്ളമൊക്കെ വാറ്റി പകുതി വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത ചക്ക ഒരു പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തിട്ടുള്ളതാണ്. കഴുകണം നിർബന്ധമൊന്നുമില്ല, ഞാനൊന്ന് കഴുകി എടുത്തതേ ഉള്ളൂ. ഇത് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചക്ക വെന്ത് വരുമ്പോൾ കുറച്ചേ കാണുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ വെള്ളമാണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളത്തിൽ തന്നെ 1 ടീസ്പൂൺ ഉപ്പ് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ചക്കക്കുരു വേവിച്ചപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ ചക്കയുടെ എല്ലാ ഭാഗത്തും ഉപ്പ് എത്തണം. അപ്പോൾ അതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ചക്ക മൂടി വെച്ച് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ചക്ക വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഇതിന് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഒരു 6 എണ്ണം തൊലിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 5 വെളുത്തുള്ളി അല്ലികൾ ചേർക്കാം. വലിയ വെളുത്തുള്ളി അല്ലികളല്ല, ചെറിയ 5 വെളുത്തുള്ളി അല്ലികളാണ് എടുത്തിട്ടുള്ളത്. വലിയ വെളുത്തുള്ളി അല്ലികളാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം ഒക്കെ എടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് നമ്മൾ 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2ആയിട്ട് മുറിച്ച് ചേർക്കാം. അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ഒക്കെ എടുത്താൽ മതിയാവും. പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചിരകിയെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുള്ളതാണ്. 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക മാത്രമേ ചെയ്യാവൂ. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. ജസ്റ്റ് പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കാതെയാണ് നമുക്ക് ചതച്ചെടുക്കേണ്ടത്. ഒരേ സ്പീഡിലിട്ട് അടിക്കരുത്. പൾസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഇനി ചക്ക വെന്തിട്ടുണ്ടോന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചക്ക വേവിക്കാൻ വെച്ചിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ചില ചക്കയ്ക്ക് നല്ല വേവുണ്ടാവും. അപ്പോൾ നമുക്ക് വെള്ളം കുറവുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തത് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതുപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് ഉടഞ്ഞു കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒട്ടും വെള്ളമൊന്നും ഇനി ഒഴിക്കരുത്. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി വരണം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുക്കുക.
ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ കറക്റ്റ് പാകത്തിനുള്ള ഉപ്പാണ്, അഡീഷണൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല. നല്ലതുപോലെ ഈ അരപ്പൊക്കെ ഒന്ന് ചൂടാവട്ടെ. ഇളക്കി കൊടുത്തോണ്ടിരിക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇളക്കി കൊടുത്ത് അരപ്പൊക്കെ നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ചക്ക ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് കടുക് താളിച്ച് ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. അപ്പോൾ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 5 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയെല്ലാം ഒന്ന് മൂത്ത് വരണം. 5 or 6 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി മൂപ്പിച്ചിടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു 4 or 5 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചത് ചേർക്കാം. അപ്പോൾ വറ്റൽമുളകും ചെറിയ ഉള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലൊരു ബ്രൗൺ നിറമാവണം, ഒരു ഗോൾഡൻ നിറം ആവണം നമ്മൾ ചെറിയ ഉള്ളി മൂപ്പിച്ചെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി കടുക് താളിച്ചത് നമ്മൾ ഈ ചക്കയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് അല്ലെങ്കിൽ ചക്ക ഉടച്ച് വെച്ചത് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മാങ്ങാക്കറിയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ മാങ്ങയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക. ഇനി മാങ്ങയുടെ പുറത്തുള്ള തൊലിയെല്ലാം ഒന്ന് മാറ്റി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. കട്ട് ചെയ്ത മാങ്ങ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 പച്ചമുളക് 2ആയിട്ട് മുറിച്ചത് ചേർക്കാം. തന്നെ ഒരു 5 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അധികം എരിവുണ്ടാവില്ല. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാം. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂണിൻ്റെ പകുതി മുളക് പൊടി എടുത്താൽ മതിയാവും. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് മാങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ലാസ്റ്റിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി. ഇനി മാങ്ങാ കഷ്ണങ്ങൾ വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഒരു 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മാങ്ങയെല്ലാം ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. മൂടി വെച്ച് കൊടുക്കാം. മാങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയിലെ ജാർ എടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി തേങ്ങ ചിരകി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 എണ്ണം എടുക്കുക. എരിവില്ലാത്ത പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക. ഞാനിപ്പോൾ എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 1 എണ്ണം എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മാങ്ങ വേവിക്കാൻ വെച്ചപ്പോൾ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ഇനി 2 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 2 വെളുത്തുള്ളി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മാങ്ങ കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് തുറന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി മിക്സിയിലെ ജാറ് കഴുകിയിട്ട് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. എത്രയാണോ നിങ്ങൾക്ക് കട്ടി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കളർ വരും. ഇപ്പോൾ ഇതാ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തിളച്ച് വന്നപ്പോൾ കളർ കുറച്ചും കൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി കടുക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് കടുക് താളിക്കുന്നത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തിട്ടെടുക്കുക. എണ്ണ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ.
അപ്പോൾ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി സ്പെഷ്യലായിട്ട് ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ ചേർക്കുന്ന ഉലുവയാണ്. 2 നുള്ളേ ചേർക്കാവൂ. ഒരു 12-13 ഉലുവ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 നുള്ളി ഇങ്ങനെ 2 നുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക, കൂടി പോകരുത്. കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഉള്ളിയെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഉള്ളി ഇല്ലാതെയും നമുക്ക് കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. ഉള്ളിയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ചെറിയ ഉള്ളി തന്നെ എടുക്കുക. ഈ ഉള്ളിയുടെ കൂടെ തന്നെ 4 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുക. ഇത് രണ്ടും ഒന്ന് മൂത്ത് വരണം. ഇപ്പോൾ ഉള്ളിയെല്ലാം മൂത്ത് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. തളിച്ചത് നമ്മുടെ മാങ്ങക്കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം നമ്മുടെ മാങ്ങാക്കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ മാങ്ങ കിട്ടുന്ന സമയത്ത് മാങ്ങാക്കറി തയ്യാറാക്കി നോക്കുക. അപ്പോൾ ചക്കയുടെ കൂടെ കഴിക്കാൻ പറ്റിയ മാങ്ങാക്കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഈ ചക്കയും മാങ്ങാക്കറിയും വെച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ച് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഇതുപോലെ ചക്കയും മാങ്ങയും വെച്ചിട്ട് നമുക്ക് കഴിക്കാം. അതെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ ചക്കയും ഈ മാങ്ങാക്കറിയും മാത്രം മതി കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഇതുപോലെ ഒന്ന് കുഴച്ച് ഇതുപോലെ ഒന്ന് കഴിക്കാം. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്